ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എന്നും ഇങ്ങനെ ചെറിയ വിശേഷങ്ങൾ പറഞ്ഞ് അത് ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ വഴിയിലേക്ക് വന്നു പോകും. ഇന്ന് ചെറിയ വിശേഷങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ, വലിയ നീണ്ട വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ഇന്ന് അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നല്ല അടിപൊളി ഒരു ടിപ്സും കൂടെ ഉണ്ട് കേട്ടോ. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ഞാൻ എനിക്ക് പ്രയോജനപ്പെട്ടിട്ടാണ് വീഡിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പം ഞാൻ പറയാൻ വന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾക്കിപ്പോൾ ഓണമൊക്കെ ആകാറായി. അതുപോലെ തന്നെ മഴയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുറ്റം മുഴുവനും കാടാണ്. മുറ്റത്ത് തന്നെയല്ല, പറമ്പിലും ഒക്കെ കാടാണ്. നമ്മൾ പറിക്കാൻ നോക്കിയാൽ ഇതിൻ്റെ വേര് നല്ലപോലെ ഉറച്ച് ഇതിൽ പന്ന പുല്ലുണ്ടെന്നേ. ഈ ഒരുമാതിരി കുറ്റി പോലെ ഇരിക്കുന്നൊരു പുല്ലുണ്ട്. നമ്മൾ പിടിച്ച് വലിച്ചാൽ വരത്തില്ല അത്. ഭയങ്കര പാടാണ് അത് പറിക്കാനായിട്ട്. അത് പിന്നെ ചെത്തി ഈ മഴയും പിടിച്ച് നമ്മൾ ചെത്തും കൂടി ചെയ്യുമ്പോണ്ടല്ലോ ഒരുമാതിരി അളിഞ്ഞ് കിടക്കും, കുഴഞ്ഞു കിടക്കും. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ മിറ്റവും പറമ്പും ഒക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നവർക്കൊക്കെ വേണ്ടി ഉള്ളൊരു അടിപൊളി കാട് തെളിക്കാനായിട്ട് കളയാനായിട്ടുള്ളൊരു അടിപൊളി ടിപ്സാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് ചിലവൊന്നുമില്ല, ഒരുപാട് പൈസ ചിലവില്ലാതെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, പച്ചക്കറിയുടെ ചോട്ടിൽ ഒഴിക്കരുത്. പിന്നെ അതുപോലെ നമ്മൾ ഈ ഉണങ്ങിപ്പോകുന്ന ചെടികളോ മരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ചോട്ടിലോട്ട് ചേർത്ത് ഒഴിച്ചേക്കരുത്, അല്ലാതെ ചെയ്യുകയാണ്. അപ്പം നമ്മൾ എന്നതൊക്കെയാണ് എടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നല്ലപോലെ പോകും. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മളിത് ഒഴിച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അത് പതിയെ പിടിച്ചാൽ മതി, പറഞ്ഞിങ്ങി പോകുന്നുള്ളൂ. വേര് പോയി കഴിയുമ്പോഴാണല്ലോ ഇത് വാടുന്നത്. അപ്പോൾ നമുക്കത് പതിയെ പിടിച്ച് വലിച്ചാൽ ഇനി പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ എന്നാലും പരീക്ഷിച്ച് എനിക്ക് 100% റിസൾട്ട് കിട്ടി. കാര്യം ഭയങ്കര കാടാണ്. നമ്മുടെ മുറ്റത്ത് കാടില്ല കേട്ടോ, നമ്മുടെ താഴെ പറമ്പിലോട്ടൊക്കെ പോകുന്ന സൈഡിലൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, സൈഡ് വശത്തെല്ലാം കാടാണ്. അപ്പോൾ അത് എന്നൊക്കെയാണ് എടുത്തേക്കുന്നതെന്നുള്ളത് കാണിക്കാം. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പം മറക്കണ്ട, ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ തോന്നിയാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. രാവിലെ സാമ്പാറും ദോശയും. സാമ്പാറെല്ലാം റെഡിയായി. ഇനി അതിനുള്ള കടുകൊന്ന് വറക്കുവാണ്. സാമ്പാർ റെഡിയായി. ഇനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. കണ്ണൻ രാവിലെ കഴിച്ചേച്ച് പോയി കേട്ടോ. അത് കഴിഞ്ഞ് ഇനിയിപ്പം എല്ലാവർക്കും ചൂടോടെ ദോശ ഇഷ്ടം. അപ്പം ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. സാമ്പാർ മാത്രമേ ഉള്ളൂ കേട്ടോ, ചമ്മന്തി ഒന്നുമില്ല. പിന്നെ അച്ചുവിന് കഴിക്കാനുള്ളത് വേറെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ രാവിലത്തെ ജോലിയൊക്കെ നല്ല തിരക്കിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വേറെയും ഒരുപാട് ജോലി എനിക്കുണ്ടേ. അപ്പം ഞാൻ ഒരാളെ സാമ്പാർ അങ്ങ് വെക്കാമെങ്കിൽ ഉച്ചക്കത്തേക്കും കൂടെ ആകും. മീൻ വറക്കാനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോകും. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ഇനി എല്ലാവർക്കും ഒക്കെ കഴിക്കാം. എല്ലാവരും തന്നെ ഞങ്ങൾ ഇനി 3:30 ഉള്ളൂ. ഞങ്ങൾ 3:30 കഴിക്കാനൊക്കെ തുടങ്ങുവാണ്. അപ്പോൾ നമുക്കിനി പിന്നെ കാണാവേ.
ഇപ്പം നമ്മുടെ ലിക്വിഡൊക്കെ ഉണ്ടാക്കി ഒഴിക്കുന്നത് എവിടെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടാണ് നല്ലപോലെ കാടുള്ളത്. അപ്പോൾ എത്ര കാടുണ്ടെങ്കിലും പൊക്കോളും, അത് 100% ഉറപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കാടാണ്. അപ്പോൾ 2 ദിവസമൊക്കെ ഇന്നിപ്പോൾ വെയിലുണ്ടായിരുന്നു. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വെയിലുണ്ട്. പക്ഷേ ഇന്ന് വെയിലുണ്ടെന്ന് പറഞ്ഞാലും മൂടലും ഉണ്ട് അതുപോലെ തന്നെ. എന്നാലും നമുക്ക് മഴയില്ലാത്തതുകൊണ്ട് സമാധാനമായിട്ട് ഒന്ന് ചെയ്യാം. അതുകൊണ്ട് കുറച്ച് സ്ഥലം ചെയ്ത് കാണിക്കുന്നുള്ളൂ. കാര്യം എപ്പോഴാണ് എന്നാന്നൊന്നും പറയാൻ പറ്റത്തില്ല മഴയുടെ അവസ്ഥ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് ഇതിൻ്റെ റിസൾട്ടും കൂടെ കാണിക്കണമല്ലോ, എന്നാലല്ലേ ചെയ്യുന്ന വീഡിയോയ്ക്ക് പ്രയോജനമുള്ളൂ. ഇപ്പം നമുക്ക് ഇതിന് വേണ്ടത് എന്നതൊക്കെയാണെന്ന് ചോദിച്ചാൽ സോപ്പ് പൊടി വേണം, പിന്നെ വിനാഗിരി വേണം, പിന്നെ ഉപ്പ് പൊടി. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. ഇപ്പം നമുക്ക് ഒത്തിരി കാടൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട്, ഇപ്പം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല എപ്പോഴാണ് മഴ വരുന്നത്. ഇപ്പോൾ 2 ദിവസമായിക്കൊണ്ട് നല്ല വെയിലുണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ കാലാവസ്ഥയുടെ കാര്യമൊന്നും. ഇപ്പം ഞാൻ ഇതിനകത്തോട്ടൊരു 1/2 ഗ്ലാസ് സോപ്പ് പൊടി, ഇതുപോലെ ഒരു സാമ്പിൾ പാക്കറ്റ് ഏതെങ്കിലും മേടിച്ചതായിരുന്നു. അതല്ല ഇനി വീട്ടിലുണ്ടെങ്കിൽ ഇവിടെ ഈ ലിക്വിഡ് ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ സോപ്പ് പൊടി മേടിച്ചത്. സോപ്പ് പൊടി ആകുമ്പോഴത്തേക്ക് ഇച്ചിരി നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഇത് 1/2 ഗ്ലാസ് സോപ്പ് പൊടി എടുത്തു. പിന്നെ അതുപോലെ തന്നെ 1/2 ഗ്ലാസ് ഉപ്പ്. അര ഗ്ലാസ് ഉപ്പും എടുത്തു. അത്രയും തന്നെ വിനാഗിരി എടുക്കുക. വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു. വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്ക് നല്ലപോലെ പതഞ്ഞു വരുവേ. എന്നിട്ട് വെള്ളം ഞാൻ 1/2 ഗ്ലാസ്സിനേക്കാൾ കൂടുതൽ ചേർത്തു. എന്നിട്ട് നല്ലപോലെ കലക്കി കൊടുക്കണം. ഉപ്പും സോപ്പ് പൊടിയും എല്ലാം നല്ലപോലെ കലങ്ങണം അതിനകത്ത്. ഇപ്പം നമ്മൾ ഒത്തിരി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ഉപ്പ് മേടിച്ച് വെച്ച് ഒരു കുപ്പി വിനാഗിരി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഈ കുത്തിയിരുന്നുള്ള കാട് പറിക്കലിൻ്റെ ബുദ്ധിമുട്ടങ്ങ് മാറിക്കിട്ടും. ഇപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് കണ്ടോ, ഇത് ഒത്തിരി കാടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു കുപ്പി എടുക്കുക. ഇത് കണ്ടോ, ഇവിടെ ഞാനിങ്ങനെ ഈ പപ്പടം കുത്തി കൊണ്ട് കിഴുത്തിട്ടേക്കുവാണ്. ഇങ്ങനെ ഇതിന് റൗണ്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കിഴുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്ത് നിറച്ചതിന് ശേഷം ഇതിങ്ങനെ തലതിരിച്ച് പിടിച്ച് ഇങ്ങനെ ഒഴിച്ചാൽ അവിടെ എല്ലാം വീഴും. അതല്ലെങ്കിൽ ഇതിപ്പോൾ മുറ്റത്ത് കിടക്കുമായിരുന്നു, ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നത്. ഇതങ്ങനെ ഉപയോഗിക്കുന്നൊന്നുമില്ല. ഇതുപോലത്തെ പമ്പ് ചെയ്യുന്ന ഇത് കിട്ടും കേട്ടോ. അപ്പം അതും ഏതെങ്കിലും ഒരു കുപ്പി മതി, അല്ലാതെ ഇന്ന കുപ്പിന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരു കുപ്പിക്കകത്തോട്ട് അതും അങ്ങനെ ഒഴിച്ചാണ് അതിൻ്റെ പേരിനകത്തോട്ട് ഒഴിക്കുവാണേ. ഇത് ഇതിൻ്റെയും കാണിച്ചു തരാവേ. ഇതിങ്ങനെ പമ്പ് ചെയ്യുന്നത്. ഇത്രയും വലിയ കുപ്പി വേണമെന്നൊന്നുമില്ല, ചെറിയ കുപ്പിയാണെങ്കിലും മതി. ഞാൻ പിന്നെ ഇച്ചിരി ഉണക്കാകുമ്പോഴത്തേക്ക് ഈ കുപ്പി എനിക്ക് ആവശ്യമുണ്ട് ഇച്ചിരിയുടെ കൂടുതലിട്ട് എടുക്കാനായിട്ട്. അന്നേരത്തേക്ക് അതുകൊണ്ടാണ് ഞാൻ വലിയൊരു കുപ്പി എടുത്തത്. ഞാനിത് അടച്ചെടുക്കാൻ ഇനിയും കാണിച്ചു തരാവേ എങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം ആ സ്പ്രേ അടിക്കുന്നത് ഇതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് 20 രൂപയ്ക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഈ സ്പ്രേയുടെ ഇത് പമ്പ് മാത്രമായിട്ട് കിട്ടും. പിന്നെ ഏതെങ്കിലും ഒരു കുപ്പിക്കകത്തോട്ട് നമ്മളങ്ങ് ഒഴിച്ചെടുത്താൽ മതി. അല്ലാതെ നമ്മൾ ബോട്ടിൽ സഹിതം മേടിക്കാൻ പോയാൽ ഭയങ്കര വില കേട്ടോ. അപ്പോൾ 20 രൂപയ്ക്ക് ഇത് കിട്ടും. നമുക്ക് ഏത് ബോട്ടിലിൻ്റെ കൂടെയാണെങ്കിലും വെച്ച് നമുക്ക് അടച്ച് വെച്ച് അതിനകത്തോട്ട് വെള്ളമോ നമുക്ക് എന്നെ വേണമെങ്കിലും ചെയ്യാം. പച്ചക്കറിക്ക് അല്ലാതെ വല്ല മരുന്ന് കളിക്കാനോ എന്നതിന് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നേരത്തെ മേടിച്ച് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഉണ്ട് നല്ല ഇതിൻ്റെ ചുവട്ടിലേക്കായിട്ട് നമ്മളിങ്ങനെ നല്ല ഇതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ നല്ല വെയിൽ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ എൻ്റെ കുപ്പി കണ്ടോ അതിനകത്തുനിന്ന് വെള്ളം വീഴുന്ന കണ്ടോ.
അതിൻ്റെ ആ ചുറ്റിനും ഇങ്ങനെ ചെറിയ ചെറിയ കിഴുത്ത് ഇട്ടാൽ മതി. നമുക്ക് എനിക്കിതാണ് കേട്ടോ ഇച്ചിരിയോടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. കാര്യം നല്ലപോലെ എല്ലായിടത്തോട്ടും ഒഴിക്കാൻ പറ്റും. നമുക്കിങ്ങനെ ഈ എല്ലാ സ്ഥലത്തും വെള്ളം അങ്ങ് ചീറ്റി ചെല്ലും. അതുകൊണ്ട് നമുക്ക് അതിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പം അങ്ങനെ അതിനകത്തേയും കൂടെ ഞാൻ അവിടെ അത്രയും ഭാഗത്തായിട്ട് മാത്രമേ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിച്ച് വെച്ച് പിന്നെ ഞാൻ ഇച്ചിരി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞേ ഉള്ളൂ ഇപ്പുറത്തോട്ടൊക്കെ ഇനി ചെയ്യുന്നുള്ളൂ. അപ്പം അതിനി ഒഴിച്ചേച്ച് ഇതിനി ഞാൻ പിറ്റേ ദിവസമാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ എടുത്തേക്കുന്നത്. അന്നെടുത്തല്ല, അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണിത്. അത് ഒരുവിധം ഒന്ന് കരിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞാൻ എടുത്താണ്. കണ്ടോ കരിഞ്ഞേക്കുന്നത് കണ്ടോ, ശരിക്കും കരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ അതിൻ്റെ ചൂട് നല്ലപോലെ കരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത് നമ്മളിങ്ങനെ ഉണക്ക സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് കരിഞ്ഞ് കഴിച്ച് ചുമ്മാ ഒരു തീയിട്ട് കൊടുത്താൽ മതി, അതങ്ങ് കത്തിപ്പൊക്കോളും, പറിക്കുക പോലും വേണ്ട പറമ്പിലൊക്കെ ആണെങ്കിൽ. അപ്പം നല്ലപോലെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഇത് റിസൾട്ട് പിറ്റേ ദിവസത്തെയാണ് കാണിച്ചേക്കുന്നത്, ഇത് അന്ന് തന്നത്തെ അല്ല കേട്ടോ, പിറ്റേ ദിവസത്തെയാണ്. അപ്പം അല്ല ഇനി പറയരുത് ഉടനെ തന്നെ അത് കരിഞ്ഞോന്നൊന്നും ചോദിക്കരുത്. പിറ്റേ ദിവസമാണ് ഞാൻ ഇതെടുത്തേക്കുന്നത്, പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നല്ല പോലെ അത് കരിഞ്ഞിട്ടുണ്ട്. അത്രയും ഭാഗമായിട്ട് ബാക്കി മുഴുവൻ പച്ച കളറായിട്ട് നിൽക്കുന്നു, അത് ഒരുമാതിരി കരിഞ്ഞ കളറായിട്ട് നിൽക്കുന്നത്. അപ്പം ഇതാണ് ഇത് നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ടൊരു വഴിയാണ് നമുക്ക് പറമ്പിലോട്ട് പോകണ്ടുള്ള. അപ്പം ഇത് 100% ഉറപ്പാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. അപ്പം നമ്മുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. അപ്പം മറക്കണ്ട, ഞാൻ പറഞ്ഞതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. കണ്ടോ ദൂരം തന്നെ നോക്കും, കണ്ടോ ആ 2 കളർ വ്യത്യാസം കണ്ടോ. അപ്പം ഞാനിത് നിങ്ങളെ നല്ല ഇതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണെന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു. അന്ന് തന്നത്തെ അല്ല, പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്, പിറ്റേ ദിവസം രാവിലെ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്നിച്ചതായിട്ട് ഞാൻ കാണിച്ചേക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.